നമസ്കാരം. പതിരും കതിരും. നാടുവാഴികൾ എന്ന പഴയ സിനിമയിൽ മോഹൻലാലിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ എന്താ സംഭവമെന്ന് ചോദിച്ച ആളോട് കുതിരവട്ടം പപ്പു പറയുന്നൊരു വാക്കുണ്ട്, സർച്ച്. നമ്മുടെ നാടുവാഴി തമ്പുരാൻ പിണറായി വിജയൻ്റെ വീട്ടിലും വാടക വീട്ടിലും ഒപ്പം ജാമാതാവിൻ്റെ വീട്ടിലും എല്ലാം ഇപ്പോൾ അതേ സാധനം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർച്ച്. നോക്കണേ, ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങി വാടക വീട്ടിൽ പൊറുതി തുടങ്ങിയതേ ഉള്ളൂ. എന്തൊക്കെ അനർത്ഥങ്ങളാണ് പിണറായി വിജയന് ചുറ്റും കൂടിയിരിക്കുന്നത്. സ്വന്തം വീട്ടിലും മരുമകൻ്റെ വീട്ടിലും എല്ലാം റെയ്ഡ്. 10-26 വർഷം നിഴൽ പോലെ കൂടെ നടന്ന ഗൺമാൻ്റെ പണി തെറിച്ചു. പാർട്ടിയെ കൊത്തിയരിഞ്ഞ് ജനം വാഴയ്ക്ക് വളമാക്കിയതൊന്നും പിണറായി വിജയനെ വേദനിപ്പിക്കുന്ന സംഭവമല്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. പുറത്തു വന്ന വിവരപ്രകാരം ഇടവത്തിലെ ചോതിയാണ് പിണറായി വിജയൻ്റെ നക്ഷത്രം. 81 വയസ്സ് കഴിയുന്നതോടെ അതിൻ്റെ പ്രഭയൊക്കെ മങ്ങിത്തുടങ്ങും. ഇനി കഷ്ടകാലം ഓരോന്നായി വീട്ടിൽ കയറി വരും. വീട്ടിൽ പോയി ചോദിക്കാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, വീട്ടിൽ ചോദ്യം ചെയ്യാൻ ആൾ വരുമെന്ന് ആരറിഞ്ഞു. രാവിലെ കണ്ണ് തിരുമ്മി തുറന്ന് നോക്കുമ്പോഴാണ് ED വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് വീണമോള് കണ്ടത്. ഭയന്ന് അച്ഛനെ ചെന്ന് വിളിച്ചുണർത്തി. അപ്പോഴേക്കും അലമാരയിലും അരിപ്പാത്രത്തിലും വരെ അവർ റെയ്ഡ് തുടങ്ങിയിരുന്നു. മടിയിൽ കനമില്ലെന്നറിയിക്കാൻ പിണറായി മടിക്കുത്തഴിച്ച് കാണിച്ചു. കൈകൾ അവർക്ക് നേരെ നീട്ടിക്കാണിച്ചു. ശുദ്ധമാണെന്ന് പറഞ്ഞു. അടുക്കളയിൽ നെയ്മീൻ നുറുക്കാൻ ജോലിക്കാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഭാര്യ കമലേട്ടത്തി ഈ വിവരം അറിയുന്നത്. ഞെട്ടിപ്പോയി. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ SFIക്കാരും സഖാക്കളും ഓടിക്കൂടിയത് ഓർക്കുന്നില്ലേ? കോടിയേരിയുടെ കൊച്ചുമോന് വിശക്കുന്നു, അതിന് പാലും ബിസ്ക്കറ്റും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു കൂട്ടക്കരച്ചിൽ. അപ്പോഴേക്കും ശിശു സംരക്ഷണ സമിതിക്കാരൊക്കെ ഓടിയെത്തിയിരുന്നു. പിണറായി വിജയൻ്റെ കൊച്ചുമകന് സൈക്കിൾ എടുത്ത് പുറത്തു പോകാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് DYFIക്കാരും സഖാക്കളും ആ വീടിൻ്റെ മുമ്പിൽ പ്രകടനം നടത്താത്തത്? എല്ലാം ചുറ്റിപ്പറ്റി മാറി നിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയെപ്പറ്റിയൊന്നും പറയാതെ ഏതോ ദിക്കിൽ അന്തർധാനം ചെയ്ത നമ്മുടെ ബേബി സഖാവ് സഞ്ചിയും തൂക്കി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് എന്ന് കേട്ടപാടെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. എന്നാൽ എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്ന ചോദ്യത്തിന് അതിനി പ്ലീനം കൂടണം. പിണറായി വിജയന് നല്ല സർട്ടിഫിക്കറ്റാണ് ബേബി സാർ കൊടുത്തിരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസിൻ്റെ മൃഗീയമായ മർദ്ദനമേറ്റ ആളാണത്രേ പിണറായി വിജയൻ. അതുകൊണ്ട് പേടിപ്പിക്കണ്ട എന്നാണ് ബേബി സാർ പറയുന്നത്. ഹീനമായ ആക്രമണമാണ് ED പിണറായി വിജയന് നേർക്ക് നടത്തുന്നതെന്നാണ് ബേബി സാർ പറയുന്നത്. ഒരഴിമതി കേസിൽ വീടിനുള്ളിൽ റെയ്ഡ് നടത്തുന്നത് എങ്ങനെയാണ് ബേബി സാറേ ഹീനമായ ആക്രമണമാകുന്നത്? റെയ്ഡ് നടത്തുന്നവർക്ക് ഞങ്ങളെ അറിഞ്ഞുകൂടാ എന്നാണ് ഭീഷണി. റെയ്ഡ് നടത്തുന്നവർക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ, പക്ഷേ നാട്ടുകാർക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. എന്തായാലും സസ്പെൻഷനിലായ 5 ഗൺമാന്മാരും എന്തിനും തയ്യാറായി പിണറായി വിജയൻ്റെ വീടിന് മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. VK പ്രശാന്തും ജോൺ ബ്രിട്ടാസും ശിവൻകുട്ടിയും ജോയിയും എന്നു വേണ്ട ബിനീഷ് കോടിയേരി വരെ അവിടെ ഓടിയെത്തി. എല്ലാവരും റോഡിലിരുന്ന് സമരമാണ്. അതേസമയം EDക്കാരുടെ അംഗരക്ഷകരുടെ മുമ്പിൽ തോക്കിന് മുമ്പിലിരുന്ന് വിറയ്ക്കുകയാണ് പിണറായി വിജയൻ. എത്രയോ തോക്കിൻ്റെയും ബോംബിൻ്റെയും ഇടയിലൂടെ നടന്ന മനുഷ്യനാണ്. അമ്മാതിരി പരിശോധനയൊന്നും ഇവിടെ വേണ്ട, കടക്ക് പുറത്ത് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് പിണറായിക്ക് കഴിയാതെ പോകുന്നത്? അതേസമയം പിണറായി വിജയൻ്റെ കണ്ണൂരെ വീടിനകത്ത് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അണികളും അടിമകളും ആ വീട്ടിലേക്ക് കയറി ED സംഘത്തെ ഇറക്കി വിടാൻ രാവിലെ മുതൽ ശ്രമിക്കുകയാണ്. തിരുവനന്തപുരത്തെ വീട്ടിൽ അകത്തിരിക്കുന്ന പിണറായി വിജയന് കഴിയുന്നില്ല അവരെ ഇറക്കി വിടാൻ. പിന്നല്ലേ അടിമകളുടെ കുത്തിക്കഴപ്പ്. ഇപ്പോൾ 12 ഇടത്താണ് റെയ്ഡ് നടക്കുന്നത്. AKG സെൻറ്ററിനകത്തും ഒരു പരിശോധന നടത്തണം. ഒട്ടുമിക്ക രഹസ്യരേഖകളും അവിടെയായിരിക്കും സൂക്ഷിച്ചു വച്ചിരിക്കുക. എന്തിനേറെ, വീണ ബാംഗ്ലൂരിൽ കള്ളക്കമ്പനി തുടങ്ങിയത് തന്നെ AKG സെൻറ്ററിൻ്റെ വിലാസത്തിലാണ്. വിവരമറിഞ്ഞ ഗോവിന്ദൻ രാവിലെ തന്നെ AKG സെൻറ്റർ പൂട്ടി ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോയെന്നാണ് വിവരം. പിന്നീട് സ്ഥലത്തെത്തി വാർത്താ സമ്മേളനം നടത്തി. കാറ് പിണറായി വിജയൻ്റെ കസ്റ്റഡിയിലായതിനാൽ യാത്രയൊക്കെ ദുഷ്കരമാണ്. ലുട്ടാപ്പി ഒരു കുന്തമെടുത്ത് തിരുവനന്തപുരത്ത് കറങ്ങുകയാണ്. DYFIക്കാരെയും കൂട്ടി ഇപ്പോൾ ഒരു വരവുണ്ട് ബേക്കറി ജംഗ്ഷനിലേക്ക്. ഇറങ്ങി വരുന്ന EDയോട് പരിശോധനയിൽ ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി വാങ്ങാതെ സഖാക്കൾ പിന്മാറാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടത് റെയ്ഡിനുള്ള സഹായം ചെയ്തു കൊടുക്കാനാണെന്നാണ് KK രാഗേഷ് പറയുന്നത്. പാർട്ടിയെയും പിണറായി വിജയനെയും തകർക്കാനുള്ള ശ്രമമാണെന്ന് P ജയരാജനും പറയുന്നു. പാർട്ടിയെയും പിണറായി വിജയനെയും തകർക്കാൻ ED ഒന്നും ചെയ്യണമെന്നില്ല സഖാക്കളെ, അത് ജനം നന്നായി ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും ഈ പാവങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല എന്നതാണ് സത്യം. കരിമണൽ കർത്താവിൻ്റെ കയ്യിൽ നിന്നും 1,75,00,000 രൂപ എന്തിനാണ് മാസപ്പടി വീണ വാങ്ങിയതെന്ന് ചോദ്യത്തിന് ഉത്തരമില്ല ഇപ്പോഴും.
റിയാസ് പറയുന്നത് അവസാന ശ്വാസം വരെ പോരാട്ടം തുടരുമെന്നാണ്. ഭാര്യ എന്തിനാണ് ഇത്രയും വലിയ തുക ഒരു വർഷം കൊണ്ട് വെറുതെ ഇരുന്ന് വാങ്ങിയത് എന്ന ചോദ്യത്തിന് റിയാസിനും ഉത്തരമില്ല. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണെന്നും ഏതോ മുഴുത്ത സേവനത്തിലുള്ള പ്രതിഫലമാണെന്നുമാണ് സൈബർ ചാവേറുകളും ചാനൽ കമ്മികളും പറഞ്ഞു വരുത്തിയത്. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. ഇപ്പോഴത്തെ വാടക വീട്ടിൽ നിന്നും അജ്ഞാതമായ കേന്ദ്രത്തിലേക്ക് വല്ല തുരങ്കവുമുണ്ടെങ്കിൽ കുടുംബസഹിതം കെട്ടിപ്പെറുക്കി ഹെലികോപ്റ്ററിൽ കയറി സ്ഥലം വിടുക. റെയ്ഡ് കഴിഞ്ഞ് ഇ ഡി പോയി കഴിയുമ്പോൾ പിണറായി വിജയൻ പുറത്തിറങ്ങി വല്ലതും പറയുമോ അതോ ഭസ്മം വിഴുങ്ങിയ മാതിരി നിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ സഖാക്കൾ പറയുന്നത് ഇത് സംഘപരിവാറും കോൺഗ്രസും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഫലമാണെന്നാണ്. 3 നിയമസഭാ സീറ്റും ഒരു പാർലമെൻറ്റ് സീറ്റും അവർക്ക് കൊടുത്തിട്ടും പിണറായി വിജയനോട് ഈ ചതി സംഘപരിവാർ ചെയ്യരുതായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കണ്ട വി ഡി സതീശൻ അദ്ദേഹത്തിന് സമ്മാനമായൊരു കൃഷ്ണനാട്ടത്തിൻ്റെ വിഗ്രഹമാണ് കൊടുത്തത്. അത് ഗൂഢാലോചനയ്ക്കുള്ള ഒത്തുചേരലാണെന്നാണ് രാകേഷും ജയരാജനും പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് അമ്മാശനും മരുമോനും കൂടി പോയി അയ്യപ്പ ശില്പവും പത്മനാഭൻ്റെ ശില്പവും ഒക്കെ സമ്മാനമായി കൊടുത്തത് എന്തിനായിരുന്നു? കഴിഞ്ഞ 10 വർഷം സുഖമായിട്ടിരുന്ന് ഭരിച്ചത് കേന്ദ്രത്തിൻ്റെ സഹായം കൊണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിൽ നിന്നിറങ്ങിയ പിണറായി വിജയൻ പറഞ്ഞത് തനിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ AKG സെൻറ്ററിന് കൊടുക്കുമെന്നാണ്. ഈ സമ്മാനത്തിൻ്റെ കൂട്ടത്തിൽ മകൾക്ക് വന്ന ED നോട്ടീസും മകന് വന്ന സമൻസും എല്ലാം ഉണ്ടെന്ന് ആരറിഞ്ഞു? ദൈവമേ, ഒരു പ്രസ്ഥാനം നേരിടുന്ന ഗതികേട് നോക്കണേ. പിണറായി വിജയൻ്റെ മകൾ മേലനങ്ങാതെ അധ്വാനിക്കാതെ വിയർപ്പൊഴുക്കാതെ വീട്ടിലിരുന്ന് മാസപ്പടി വാങ്ങിയതിൻ്റെ മറുപടി പറയാനും അതിന് സമരം നടത്താനുമെല്ലാം സഖാക്കൾ തന്നെ ഇറങ്ങേണ്ടി വരിക. എന്തൊരു ഗതികേടാണ് ഈ പ്രസ്ഥാനത്തിന്. എന്തൊക്കെയായാലും പിണറായി വിജയന് മുതൽ SFI ഷൂമാക്രികൾക്ക് വരെ ഇത് കഷ്ടകാലമാണ്. മറ്റവന്മാർ ഭരണം തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതാണ് ഗതിയെങ്കിൽ ഇനിയുള്ള 5 വർഷം നമ്മൾ എന്ത് ചെയ്യും സഖാക്കളെ? പാർട്ടി ഇനി തെരുവിൽ തന്നെ ഉണ്ടാകുമെന്ന് MP രാജേഷ് പറഞ്ഞപ്പോൾ ഇത്രയും കരുതിയില്ല. ഇന്നലെ കേരളത്തിലെ സകല സഖാക്കളും നേതാക്കന്മാരും SFIക്കാർക്ക് വേണ്ടിയായിരുന്നു കരഞ്ഞതെങ്കിൽ ഇന്നത് പിണറായി വിജയനും മകൾക്കും വേണ്ടിയാകുമ്പോഴാണ് നമുക്കും സങ്കടം തോന്നുന്നത്.